നിങ്ങളുടെ മനസ്സിലൊരു ബിസിനസ് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് ഐഡിയ നിങ്ങളുടെ കുറേ സമയവും നിങ്ങളുടെ കുറേ കാശും കളയാതിരിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബിസിനസ് ഐഡിയ ആയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ബിസിനസ്സിൻ്റെ പോസിറ്റീവ്സ് മാത്രമേ കാണുള്ളൂ, നെഗറ്റീവ്സ് ഒന്നും കാണില്ല. ഇനി അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ട് എന്ത് ചെയ്യണം? ഏതെങ്കിലും മാർക്കറ്റിംഗ് റിസർച്ച് ഏജൻസിനെ കൊണ്ട് ഒരു മാർക്കറ്റ് റിസർച്ച് ഒക്കെ ചെയ്യിപ്പിക്കണം. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ഒരു വാലിഡേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ. സോ എല്ലാവർക്കും ഒന്നും അത് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു AI ടൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ChatGPT വെച്ച് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ടൂളാണ്. ഈ ടൂളിൽ നമ്മളുടെ ഒരു ബിസിനസ് ഐഡിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ് ഐഡിയ എത്രത്തോളം വർക്കാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നും ഇനി വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുതരും. ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അപ്പോൾ കുറേയധികം ചോദ്യങ്ങൾ ചോദിക്കും, നമ്മളെ കുഴപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് നമ്മൾ കൃത്യമായി ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഈ ടൂൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ ടൂൾ കിട്ടും. അപ്പം ആ ടൂളിലേക്ക് നമുക്കിപ്പോൾ പോവാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ടൂൾ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും. സ്റ്റാർട്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളുടെ അടുത്ത് ചോദിക്കും എന്ത് പ്രോബ്ലമാണ് നമ്മളുടെ ബിസിനസ് സോൾവ് ചെയ്യുന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഞാനൊരു ഹോട്ടൽ തുടങ്ങാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥാപനം തുടങ്ങാൻ പോവാണെന്ന് പറയുമ്പം അവിടെ നമ്മളൊരു തുടങ്ങാൻ പോകുന്ന സാധനം പറയുന്നത്, അതെന്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നുള്ളത് പറയുന്നില്ല. സോ ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വാട്ട് എക്സാക്ട് പ്രോബ്ലം ആർ യു ട്രൈങ് ടു സോൾവ് എന്നുള്ള ചോദ്യം. ഇവിടെ നമ്മൾ കൃത്യമായിട്ടൊരു ആൻസർ കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു ആൻസർ കൊടുക്കുകയാണ്. ഞാൻ വോയിസ് ടൈപ്പിംഗാണ് ചെയ്യുന്നത് കേട്ടോ. ദർ ഇസ് എ ഹ്യൂജ് ഗ്യാപ്പ് ബിറ്റ്വീൻ സ്കിൽ സെറ്റ് ഓഫ് newly graduate employees in job market, especially in sales and marketing profession. That's why they are struggling to get into the corporate world and perform better. ഇതാണ് ഞാൻ കൊടുത്തേക്കുന്ന എൻ്റെ ഒരു പ്രോബ്ലം. ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണ്? ഒരു HR കൺസൾട്ടൻസി അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് സ്കൂൾ എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒരു ഉദാഹരണമാണ് ഇത്. അതാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കും ഇന്ന് ജോബ് മാർക്കറ്റിൽ വേണ്ട സ്കിൽസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇത് ഞാൻ ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് ഡ്രാഫ്റ്റ് ചെയ്തതാണ്. നമുക്ക് എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പറയാം അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുക്കാം. ഞാനിവിടെ അത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതാരാണ് ഈ പ്രോബ്ലം ഏറ്റവും കൂടുതൽ സോൾവ് ചെയ്യുന്നത്? ന്യൂലി ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ടു ജോബ് മാർക്കറ്റ്. ഇവരാണ് അതിൻ്റെ പ്രൈമറി പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷേ സെക്കൻഡറി പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ബിസിനസ് ഓണേഴ്സ് അതൊരു സെക്കൻഡറി പ്രോബ്ലം ഉള്ള ഒരാളാണ്. ഹൗ ഓഫൺ ഡസ് പ്രോബ്ലം ഒക്കർ ഫ്രം ദം? ഫോർ ഫിക്സിങ് ദ ഫസ്റ്റ് കരിയർ. ഞാൻ ഫസ്റ്റ് കരിയറിലാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഈ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു എന്നുള്ളത് പറയുന്നു. സോ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നുകൊണ്ടിരിക്കും. ഈ ക്വസ്റ്റ്യൻസിന് മുഴുവൻ നമ്മൾ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിസൾട്ട് ഇവിടെ കിട്ടും. ഇതാണ് പ്രോസസ്സ്. സോ ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഷുവറാണ്. എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.